ഓൾവേസ് മേക്ക് എ നോട്ട് ഫോർ പ്ലാൻ ഫോർ ദ ഡേ. എന്ന് വെച്ചാൽ എന്താണ്, നമ്മളെപ്പോഴും ഒരു ദിവസത്തെ പ്ലാൻ എന്താണെന്നുള്ളത് നമ്മൾ എഴുതി വെക്കുക വേണം. ഇവിടെ ആരെങ്കിലും എഴുതി വെക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും എഴുതി വെക്കുന്ന ആളുകളുണ്ടോ? ഇന്നത്തെ പ്ലാൻ എന്താണെന്നുള്ളത്? അൻവറുണ്ടോ? ആരെ കൈപൊക്കി തോന്നണം? അൻവറുണ്ടോ? ആരാ ചെയ്യുന്നത്? കീർത്തിക്ക് ചെയ്യുന്നുണ്ട്. കീർത്തിക്ക് എന്തൊക്കെയാണ് എഴുതി വെക്കുന്നത്? പറഞ്ഞോ, നമ്മൾ കോൺവെർസേഷനിലൂടെ പോവാം. എന്താണ് എഴുതി വെക്കുന്നത്? അല്ല, ഞാൻ ഈ കൊടുത്തേക്കുന്ന സെറ്റപ്പ് ഒക്കെ എഴുതി വെക്കുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെ എഴുതി വെക്കണം എന്ന് ഞാൻ പറയാം. ഒരുപക്ഷെ നിങ്ങളൊക്കെ ചിലപ്പോൾ 1-2 പേരൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ടോ? കീർത്തിക്ക് പറഞ്ഞ പോലെ തന്നെ 1-2 പേര് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ എഴുതി വെക്കണം? നോട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നിങ്ങൾ പുസ്തകത്തിൽ എഴുതി വെക്കണം. പലർക്കും ഇപ്പോൾ ഒരു നെറ്റി ചെറുതായിട്ട് ചുളിയുണ്ടാവും കേട്ടോ, പേടിക്കേണ്ട. അത് നെറ്റി ചുളിയുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാനുള്ള, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഇത് വേണ്ടത്തോളം പഠിക്കാനുള്ളൊരു മടി കൊണ്ടാണ് നെറ്റി ചുളിയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യണോ എന്നുള്ള തോന്നൽ ആർക്കൊക്കെ തോന്നി? ചെയ്യണമെന്ന് തോന്നിയതായിരുന്നു. ഓപ്പണായിട്ട് പറഞ്ഞു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പുതിയ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും തോന്നിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുക്താറിന് തോന്നിയോ? കൈബന്ധിച്ചു. മുക്താറിന് തോന്നിയോ? കൈബന്ധിച്ചിട്ട് താഴ്ത്തിക്കിറക്കല്ലോ. പുതിയ ആളുകൾ ഉണ്ടല്ലോ. എന്ത് തോന്നി? നിർമ്മലിന് എന്ത് തോന്നി? നൗഷാദിന് എന്ത് തോന്നി? ജിൻസൺ, അരുൺകുമാർ ആദ്യമായിട്ട് ക്ലാസ്സിൽ ഇരിക്കുകയാണോ? ആ പറയും. നോട്ട് എടുത്ത് എഴുതാൻ തന്നെ തോന്നിയില്ലേ? ഞാൻ പറയുന്നത് തോന്നല്ലോ നിർമ്മൽ, നമ്മൾ ഇത്ര കാലം ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നേരെ വരും, മാർക്കറ്റിൽ വരും, ചാർട്ട് ഓപ്പൺ ആക്കും, എന്താണ് ഇപ്പോൾ അവസ്ഥ, ഒരു എൻട്രി ഉണ്ടോ എന്നാണ് നേരിട്ട് നോക്കുക, അല്ലേ? ഇതാണ് 99% ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ്, അല്ലേ? വേറെ ഒന്നും നമ്മൾ ആലോചിക്കാറില്ല. ആലോചിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ അന്ന് ഇനിയിപ്പോൾ ഇതിൽ ആലോചിക്കണം. അത് ആലോചിക്കാൻ തന്നെ നമ്മൾ പറഞ്ഞു തന്ന കാര്യത്തിന്, ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞത് പറഞ്ഞു തന്ന കാര്യത്തിന് എന്താണ്, നമ്മൾ ഇത്ര കാലം പറഞ്ഞു തന്ന കാര്യത്തിന് നോട്ടാക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്, അല്ലെങ്കിൽ ഒരു പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കുക. എന്താണ്, ആദ്യം നിങ്ങൾ തുടങ്ങുന്ന ഒരു ദിവസം തുടങ്ങുന്നതിനേക്കാളും മുന്നേ നോട്ട് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഞാൻ കാണിച്ചു തരാം. ആദ്യം പോവാം. റീഡ് ന്യൂസ് പോർട്ടൽസ് എന്നാണ് ഒരു എസിൻ്റെ കുറവുണ്ട് അവിടെ. ന്യൂസ് പോർട്ടൽ ഏതൊക്കെയെന്ന് അറിയാം? എന്താണ് ന്യൂസ് പോർട്ടൽ? റീഡ് ന്യൂസ് പോർട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആരെങ്കിലും ഒന്ന് പറയേ. ഫോറക്സ് ഫാക്ടറിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾ ഫോറക്സ് ഫാക്ടറി തൽക്കാലം നിങ്ങൾ എല്ലാവരും ഫോറക്സ് ഫാക്ടറി ഫോളോ ചെയ്യുക. വേറെ ഏതെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കീപ്പ് അസൈഡ് എന്ന് വെച്ചാൽ മാറ്റി വയ്ക്കുക, ഫോറക്സ് ഫാക്ടറിക്ക് പോവുക. കാരണം ഞാൻ കണ്ടതിൽ ഇത്തിരി നന്നായിട്ട് തോന്നിയിരിക്കുന്നത് ഫോറക്സ് ഫാക്ടറിയാണ്. അപ്പോൾ ന്യൂസ് പോർട്ടലിൽ എന്താ വെച്ചാൽ ആദ്യം പോയി നിങ്ങൾ എന്താ നോക്കേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് നോട്ട് ചെയ്ത് വയ്ക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ന്യൂസ് പോർട്ടലിൽ പോയിട്ടാണ്. അതിന് ന്യൂസ് പോർട്ടൽ നോക്കുക. ന്യൂസ് പോർട്ടലിൽ പോയിട്ട് എന്താണ് നോക്കേണ്ടത്? 3 ടൈപ്പ് ഓഫ് ന്യൂസസ് ഉണ്ടാവും. ഏതൊക്കെ ന്യൂസസ് ഉണ്ട് എന്ന് പറഞ്ഞേ. ഏതൊക്കെ ഉണ്ട്? മേജർ അല്ല, ഹൈ ഇമ്പാക്റ്റ്, മീഡിയം ഇമ്പാക്റ്റ്, ലോ ഇമ്പാക്റ്റ്. അങ്ങനെ തന്നെ നിങ്ങൾ എഴുതി വയ്ക്കണം. അതിൽ എന്താണ് എഴുതി വെക്കണം? നിങ്ങൾക്ക് ഉണ്ടാവും, വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എന്ത് എഴുതി വെക്കണം? ആ ബുക്കിൽ എടുത്തിട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് അല്ലെങ്കിൽ ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് സമയം എന്താണെന്നുള്ള എഴുതി വെക്കണം. ഓക്കെ, എന്നിട്ട് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? റിസർച്ച് ഓൺ ആ ന്യൂസിൻ്റെ മുകളിൽ എന്ത് ന്യൂസ് നിങ്ങൾക്ക് കിട്ടി, അതിൻ്റെ പ്രീവിയസ് സ്റ്റേജസ് എന്താണെന്നുള്ളത് എഴുതി വെക്കണം. അതെല്ലാം എഴുതി വെക്കണം. പ്രീവിയസ് സ്റ്റേജസ് എന്താണ്, അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നുള്ളതും അതിന് റിലേറ്റഡ് ആയ ന്യൂസസ് എവിടുന്ന് കിട്ടുക എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. കണ്ടിട്ടില്ലേ? ഫോറക്സ് ഫാക്ടറി ഓപ്പൺ ചെയ്താൽ കാണാം റിലേറ്റഡ് ന്യൂസസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഒരു ന്യൂസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ന്യൂസിന് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് റിലേറ്റഡ് ന്യൂസസ് എന്ന് കാണാം. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ അത് എവിടെയാണെന്നുള്ളത്? ഉണ്ടോ? എല്ലാവർക്കും അറിയുന്ന ഒന്നാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അറിയാം, ഞാൻ കാണിച്ചു തരാം. നോട്ട് ചെയ്ത് വയ്ക്കുക. അവസാനം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ്ട് പോട്ടെ, ഞാൻ കാണിച്ചു തരാം. അവസാനം ഞാൻ കാണിച്ചു തരാം. മ്യൂട്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ന്യൂസിൽ 2 കാര്യം. ഒന്നെന്താണ് ന്യൂസ് ഫോറക്സ് ഫാക്ടറി എന്നാണ്. തൽക്കാലം ഫോറക്സ് ഫാക്ടറി യൂസ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കണ്ടതിൽ പറഞ്ഞു, ഞാൻ കാണാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് സജസ്റ്റ് ചെയ്യുക. ഞാൻ കണ്ടതിൽ ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത് ഫോറക്സ് ഫാക്ടറിയാണ്. അത് നോക്കിയത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ടുള്ള ന്യൂസസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പ്രീവിയസ് എന്തായിരുന്നു, അതിൻ്റെ റിലേറ്റഡ് ന്യൂസസ് എന്താണെന്നുള്ളത് നോക്കുക.
അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടും ആ ഒരു സമയത്ത് ന്യൂസ് വരുന്ന സമയത്ത് പോസിറ്റീവ് ആവാനാണോ നെഗറ്റീവ് ആവാനാണോ സാധ്യത, അത് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട് നോക്കുക. ആ ന്യൂസസ് നോക്കുന്ന സമയത്ത് പ്രീവിയസ് ന്യൂസിൻ്റെ ചാർട്ട് കൂടി നോക്കുക. ചാർട്ടും അവൈലബിൾ ആണ് അതിൽ. അത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. മുത്താർ ഓർമ്മ ഉണ്ടോ? അൻവർ ഓർമ്മ ഉണ്ടോ? ചാർട്ടും അവൈലബിൾ ആണ്. പ്രീവിയസ് ന്യൂസിൻ്റെ ചാർട്ടും അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് ന്യൂസ് വന്ന സമയം ഇതും എല്ലാം പോയി നോക്കുക. എപ്പോഴും നോക്കണം, ന്യൂസ് വന്ന സമയം എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് നേരെ ട്രേഡിംഗ് വ്യൂവിൽ പോവുക. ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇമ്പോർട്ടൻറ്റ് ന്യൂസാണ്, എങ്ങനെയാണ് ക്യാൻഡിൽ മൂവ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ക്യാൻഡിൽ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും. നോട്ട് ചെയ്തോ? അതെല്ലാം നോട്ട് ചെയ്തോ? ഇത്രയും നോട്ട് ചെയ്ത ആളുകൾ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ? ആരൊക്കെ നോട്ട് ചെയ്തു പറയും? സിനാൻ നോട്ട് ചെയ്തു. നമുക്ക് ക്യാൻഡിൽ മൂവ്മെന്റ് എന്തിനാണ് നോക്കുന്നത് മനസ്സിലായില്ലേ? ക്യാൻഡിൽ മൂവ്മെന്റ് എന്തിനാണ് നോക്കുന്നത് മനസ്സിലായില്ലേ? പ്രീവിയസ് ആ ന്യൂസിന്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട്. കാരണം ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാലും ചില സമയത്ത് കാര്യമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാറില്ല. ഓർക്കുന്നുണ്ടോ അൻവർ? മുക്താർ ഓർക്കുന്നുണ്ടോ? സർഫ്രാസ് ഓർക്കുന്നുണ്ടോ? ഒരിക്കൽ ഇങ്ങനെ ന്യൂസ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അത് താഴെ വന്നോളൂ എന്ന് പറഞ്ഞിരുന്നു. ഹൈ ഇമ്പാക്റ്റ് ന്യൂസ് വന്നാലും ചില സമയത്ത് അത്രത്തോളം ക്യാൻഡിൽ മൂവ്മെൻറ്റ് കാര്യമായിട്ട് ഉണ്ടാവില്ല. മുകളിലേക്കോ താഴത്തേക്കോ വന്നിട്ട് ഇറങ്ങിപ്പോരും. അപ്പോൾ നിങ്ങൾക്ക് ആ ന്യൂസ് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ന്യൂസ് ഡീറ്റെയിൽ എടുക്കുക, പഠിക്കുക. അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എങ്ങനെ ന്യൂസ് പോർട്ടൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ന്യൂസ് പോർട്ടലിനെ ഞാൻ ആദ്യം വെച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? കാരണം എന്താണ്, നമ്മൾ എടുക്കുന്ന എന്ത് ടെക്നിക്കൽ അനാലിസിസിനെയും ബ്രേക്ക് ചെയ്യാൻ സ്ട്രോങ് ആണ് ന്യൂസസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളിപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് മുഖേനയാണ് ചാർട്ടിൽ ഓരോ എൻട്രി എടുക്കുന്നത്, ഓരോ ട്രേഡ് എടുക്കുന്നത്. പക്ഷേ അതിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഇതിനൊക്കെ ബ്രേക്ക് ചെയ്യാൻ കഴിവുള്ളതാണ് എന്ത്? ന്യൂസസ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം പോയി നിങ്ങൾ ന്യൂസസിൻ്റെ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഒരു ഐഡിയ കിട്ടി. ആ സമയമാകുമ്പോൾ ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ മാറി നിൽക്കാം. ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ മാറി നിൽക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ. ഇതിലെന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ? റീഡ് ന്യൂസ് പോർട്ടൽ ക്ലാരിറ്റി കുറവുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയട്ടോ, കാരണം ഞാൻ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. ഓക്കെ, ക്ലാരിറ്റി കുറവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. എന്താണ് നെക്സ്റ്റ് പോയിന്റ്? നെക്സ്റ്റ് എന്താണ്? നമ്മൾ ന്യൂസൊക്കെ വായിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് തന്നെ അറിയാം, ന്യൂസസ് നോക്കുന്ന സമയത്ത് അറിയാം എന്താണ് ഏറ്റവും ഇമ്പാക്റ്റ്ഫുള്ളായ ഇമ്പാക്റ്റ് ആകുന്നതൊക്കെ അറിയാലോ. ന്യൂസസിൻ്റെ എഴുതി വെച്ചിട്ടുണ്ടാവും ഏതാണ് കറൻസി എന്താണെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇപ്പം എന്താണ്? ഗോൾഡാണ്. ചൂസ് എ പെയർ. ഉദാഹരണത്തിന് നമ്മൾ ഗോൾഡ് എടുക്കുമ്പോൾ എന്താണ് ചെയ്യുക? ഗോൾഡ് എടുക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കറൻസി പെയർ ഏതാണ്? ഗോൾഡ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കറൻസി പെയർ എന്താണ്? ഗോൾഡിൻ്റെ ഒപ്പം തന്നെ നോക്കേണ്ട കറൻസി പെയർ ഏതാണ്? DXY നോക്കണം. പ്ലസ് ഒന്നുകൂടി നോക്കണം, കറൻസി പെയർ നോക്കണം. എന്താണ് DXY എന്ന് വെച്ചാൽ ഡോളർ ഇൻഡെക്സ്. ചൂസ് എ പെയർ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നിങ്ങൾ ഗോൾഡ് എന്ന് എഴുതി വെച്ചോ. എന്നിട്ട് ഗോൾഡ് എടുക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? DXY പ്ലസ് എന്താണ്? യൂറോ USD കൂടി നോക്കണം. അറിയാലോ, യൂറോ USD ഗോൾഡും ഓപ്പോസിറ്റ് സഞ്ചരിക്കുന്നതാണ്. ഒരേ നിലയിൽ സഞ്ചരിക്കുന്നതാണ്. അറിയാലോ, യൂറോ USD ഗോൾഡും നോക്കണം. മനസ്സിലായില്ലേ? ചൂസ് എ പെയർ. ഉദാഹരണത്തിന് ഗോൾഡ് എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കും? ഗോൾഡ് എടുക്കുമ്പോൾ ഞാൻ ചാർട്ടിലേക്ക് പോരുമെന്നല്ല പറഞ്ഞത്. ഗോൾഡ് പെയർ എടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം? ഗോൾഡ് പെയർ എടുക്കുമ്പോൾ ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെ നോക്കണം ഗോൾഡ് എടുക്കുമ്പോൾ? നമ്മൾ ഗോൾഡ് എടുക്കുമ്പോൾ DXYയുടെ പൊസിഷൻ എവിടെ നോക്കുക? DXYയുടെ പൊസിഷൻ എന്താണ്? ഗോൾഡ് ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ DXY അപ്പ് ട്രെൻഡ് ആയിരിക്കും. DXYയുടെ പൊസിഷൻ എന്താണെന്ന് നോക്കുക. കറക്റ്റ് ആണോ? ഗോൾഡും DXYയും ഒരേ രീതിയിലാണോ മൂവ് ചെയ്യുന്നതെങ്കിൽ അതെന്തായിരിക്കും? കൺസോൾട്ടേഷൻ ആയിരിക്കും. നമ്മൾ എൻട്രി എടുക്കാൻ പോയി നിൽക്കണ്ട, എന്താവും? പണി കിട്ടും. DXY ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്ന് റിവേഴ്സ് കിട്ടുകയാണെങ്കിൽ ഗോൾഡും റിവേഴ്സ് ആവും. ഇതൊക്കെ അറിയാവുന്നതല്ല നിങ്ങൾക്ക്? റിവേഴ്സ് ആവും. അപ്പോൾ ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. ഇത് നിങ്ങൾക്ക് പ്രിന്റഡ് നോട്ടായിട്ട് ആക്ച്വലി നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. പ്രിൻ്റായിട്ട് എടുത്ത് ചെയ്യാനുള്ളതാണ് ആക്ച്വലി. ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ചൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ് നമ്മുടെ റിസ്ക് ആൻഡ് റിവാർഡ്?
ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസത്തെ റിസ്ക് ഇത്രയാണ്, ഒരു ദിവസത്തെ റിവാർഡ് ഇത്രയാണ്. എത്രയാണ് ഒരു ദിവസത്തെ റിസ്ക് എത്രയാണ്, ഒരു ദിവസത്തെ റിവാർഡ് എത്രയാണ്? ഇവിടെ എല്ലാവരും, ഞാൻ മുന്നേ സർഫറാസിനോടോ അല്ല വേറെ ആരോടോ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു ദിവസത്തെ എന്താണ്, ഒരു 1000 രൂപ കിട്ടി കഴിഞ്ഞാൽ, 1000 രൂപയുണ്ടോ, ഡോളറല്ല, 1000 രൂപ കിട്ടി കഴിഞ്ഞാൽ കൂലിപ്പണിക്കാരൻ്റെ പൈസ ആയല്ലോ. കൂലിപ്പണിക്കാരൻ്റെ പൈസ ആയല്ലോ നമ്മൾക്ക്. അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. എന്നാൽ നമുക്ക് എത്ര കളയാം എന്നുള്ളത് നമ്മൾ ആരും റിവാർഡ് അതിന് റിസ്ക് എത്ര കൊടുക്കാം എന്നുള്ളത് നമ്മൾ ആരെങ്കിലും പ്ലാൻ ചെയ്യാറുണ്ടോ? നമ്മൾ 1:2 എന്നുള്ളൊരു കൺസെപ്റ്റ് ഇതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എന്താണ്, 30 പിപ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് എന്തുകൊണ്ടാണ്? അതിനുള്ള മാറ്റം കാണുന്നുണ്ടോ? അപ്പോൾ 30 പിപ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് 1:2 എന്നുള്ളത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടുള്ള മാറ്റം കാണുന്നുണ്ടോ? ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ മാറ്റം കാണുന്നുണ്ടെന്നുള്ളത്? കറക്റ്റ് 1:1 ലോ വരും. ഐ മീൻ 1% റിസ്ക് SL അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് തോന്നുന്നുണ്ടോ? 1% എന്നല്ല, 15 പിപ്സ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? മുന്നെടുത്ത ട്രേഡിനേക്കാളും ലോസ് കുറഞ്ഞു. ലോസ് കുറഞ്ഞില്ലേ? ലോസ് കുറഞ്ഞു. റിവാർഡ് വന്നോളും, ലോസ് കുറഞ്ഞു. റിവാർഡ് കുറഞ്ഞിട്ടുണ്ടോ? കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ഐ മീൻ നമുക്ക് എന്താണ്, ലോസ് കുറഞ്ഞു അല്ലേ? റിവാർഡ് നമുക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ലോസ് കുറഞ്ഞു. നമുക്ക് തുടക്ക കാലഘട്ടത്തിൻ്റെ ഇതാണ് കേട്ടോ. നിങ്ങൾ ഒരു സെറ്റപ്പൊക്കെ കൃത്യമായിട്ട് വരുമ്പോൾ ഇത് തന്നെ നിങ്ങൾക്ക് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എന്താവും, അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരും. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ റിസ്ക് റിവാർഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കഴിഞ്ഞാൽ, ടോട്ടൽ ട്രേഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അത്ര, ഒരു ദിവസം ടോട്ടൽ ട്രേഡ് ഉദ്ദേശിക്കുന്നത് അത്ര. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ദിവസം 5 ട്രേഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ $1.5 റിസ്ക് വെച്ചിട്ട്, അപ്പോൾ എത്രയും $1.5 റിസ്ക് വയ്ക്കുമ്പോൾ എത്രയും $7.5 റിസ്ക്. എത്രയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്? അപ്പോൾ 1:2 എന്ന് പറഞ്ഞ ഒരു റേഷ്യോ 14 7/14 ഇത് 14 ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഏത് സ്കൂളിൽ പഠിച്ചത്? 7യുടെ ഇരട്ടി 15ആണ്. 7യുടെ ഇരട്ടി 15ആണ്. നല്ല സ്റ്റുഡൻ്റാണ്, 1ാം ബെഞ്ചിൽ ഇരിക്കുന്ന സ്റ്റുഡൻ്റാണ്. നിങ്ങൾക്ക് ഇപ്പം എന്തായി, എത്ര നമ്പേഴ്സ് എടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനമായി. ഓക്കെ, റിസ്ക് ഒരു ട്രേഡിൽ എത്ര റിസ്ക് എടുക്കണമെന്ന് തീരുമാനമായി, ഒരു ട്രേഡിൽ എത്ര റിവാർഡ് എടുക്കണം എന്നുള്ള തീരുമാനമായി, ടോട്ടൽ എത്ര റിസ്ക് എടുക്കണമെന്ന് തീരുമാനമായി, ടോട്ടൽ എത്ര റിവാർഡ് എടുക്കണമെന്ന് തീരുമാനമായി. ക്ലാരിറ്റി കൂടുന്നുണ്ടോ? അപ്പോൾ ഈ ഏരിയ എത്തുമ്പോൾ കൂടിയിട്ടുണ്ടോ? ഇനി പറയണോ? ഇത് റിപ്പീറ്റേഷൻ വേണോ? റിപ്പീറ്റേഷൻ വേണ്ടല്ലോ? വേണോ? വേണ്ട. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ പറയട്ടോ. കാരണം എന്ന് വെച്ചാൽ റിസ്ക് റിവാർഡ് എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇതാണ് റിസ്ക് റിവാർഡ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഇതാണ് റിസ്ക് റിവാർഡ്. അപ്പോൾ ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കണം, ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കണം? നിങ്ങൾക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ 5 ട്രേഡ് ആവാം, 3 ട്രേഡ് ആവാം, അല്ലെങ്കിൽ 8 ട്രേഡ് ആവാം. പക്ഷെ എന്താണ് നിങ്ങളുടെ റിസ്ക് എന്തായിരിക്കണം? റിസ്ക്കും റിവാർഡും നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കണം, ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. ഒരിക്കലും ഒരു ട്രേഡിൽ 15 വിപ്പും മറ്റേ ട്രേഡിൽ 20 വിപ്പും റിസ്ക് എടുക്കാൻ പാടില്ല. മനസ്സിലായോ? എല്ലാവരോടും കൂടി പറയുന്നത്, ഒരു ട്രേഡിൽ 15 വിപ്പും മറ്റേ ട്രേഡിൽ 20 വിപ്പും റിസ്ക് എടുക്കാൻ പാടില്ല. ഒന്നും കൂടി നോട്ട് ചെയ്താൽ, ഒരു ട്രേഡിൽ 15 വിപ്പും മറ്റേതിൽ 20 വിപ്പും എടുക്കാൻ പാടില്ല. കൂടുതൽ ഒരു ട്രേഡ് പോയി എന്ന് വെച്ചിട്ട് നെക്സ്റ്റ് ട്രേഡിൽ റിസ്ക് കൂട്ടിയെടുക്കാൻ പാടില്ല. റിവാർഡ് വന്നോളും. റിവാർഡിനെ കുറിച്ചല്ല പറയുന്നത്. അതുപോലെ തന്നെയാണ് റിവാർഡ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ 1:2 എന്നുള്ള കണ്ടീഷനിലാണ് കയറിയിരിക്കുന്നത്. ഇനി 1:3, 1:4, 1:5 വരെയൊക്കെ എടുക്കാനുള്ളൊരു കപ്പാസിറ്റി നിങ്ങൾക്ക് എത്തും. ആ ഒരു സമയത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്യാപിറ്റലിൽ നിന്ന് ലോസ് വളരെ കുറവായിരിക്കും. വളരെ കുറവെന്നല്ല, ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വളരെ റയറായിരിക്കും നിങ്ങൾക്ക് കാണുക. 1:5 എത്തുന്നൊരു സമയത്തുമ്പോഴത്തേനൊക്കെ വളരെ റയറായിരിക്കും വരുന്നത്, വലിയ ട്രേഡുകളൊക്കെ എടുക്കാൻ പറ്റുന്ന സമയമാകുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് ഞാൻ പോവാണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെന്ന് ചെയ്യുന്നു. എല്ലാവരും നോട്ട് ചെയ്തല്ലേ? ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് പിക്ക് എ ടൈം ഫ്രെയിം. രണ്ട് ഇത് വന്നു. പിക്ക് എ ടൈം ഫ്രെയിം എന്ന് വെച്ചാൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഒരു ടൈം ഫ്രെയിം നിങ്ങൾ പിക്ക് ചെയ്യണം. ഉദാഹരണത്തിന് നിങ്ങൾ 15 മിനിറ്റിൽ ട്രേഡ് ചെയ്യാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ, 15 മിനിറ്റിൽ എൻട്രി എടുക്കാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ ഏത് ടൈം ഫ്രെയിമാണ് പിക്ക് ചെയ്യുക? ഞാൻ മുന്നേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഏത് ടൈം ഫ്രെയിമാണ് പിക്ക് ചെയ്യുക? മുക്താർ, ഏത് ടൈം ഫ്രെയിമാണ് പിക്ക് ചെയ്യുക? 15 മിനിറ്റിൽ നിങ്ങൾ എൻട്രി എടുക്കാൻ പോകുന്നു, ഏത് ടൈം ഫ്രെയിം? അൻവർ, ഏത് ടൈം? 1 അവർ അല്ലെങ്കിൽ 30 മിനിറ്റ്സ്, ഇതിലേതെങ്കിലും ഒന്നായിരിക്കും പിക്ക് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റിൽ എടുക്കാൻ പോവുകയാണെങ്കിൽ ഏതായിരിക്കും? 15 മിനിറ്റ് ആണ് ബെറ്റർ.
അതുപോലെ 1 മിനിറ്റിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റിൽ എടുക്കാം. ഞാൻ 15 മിനിറ്റിൽ എടുക്കുന്നുണ്ട്. എനിക്ക് ഇത്രയും കൂടി കൺവിൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ 5 മിനിറ്റിൽ എടുക്കാം. അങ്ങനെ എടുത്താൽ മതി. മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ 2 ടൈം ഫ്രെയിം എടുത്താൽ മതി. പിന്നെ അതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതിൽ ഞാൻ പറഞ്ഞുതരാം. പിക്ക് എ ടൈം ഫ്രെയിം. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? എന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന 1 മിനിറ്റിലാണ് എൻട്രി എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം എടുക്കാം. എന്തിനാണ് ടൈം ഫ്രെയിം 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം എടുക്കേണ്ടത്? ഡു മൾട്ടിപ്പിൾ അനാലിസിസ്. മൾട്ടിപ്പിൾ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൊട്ട് മുന്നത്തെ ടൈം ഫ്രെയിം എടുക്കുന്നത്. ഉദാഹരണത്തിന് 15 മിനിറ്റിൻ്റെ എൻട്രി ആണെങ്കിൽ നമ്മൾ 1 അവറിൻ്റെ ചാർട്ട് എടുത്തു. ചാർട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾ അനാലിസിസ് ചെയ്യുക. എങ്ങനെയാണ് മൾട്ടിപ്പിൾ അനാലിസിസ് ചെയ്യുക? നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാം, മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കാം, പിന്നെന്താ ചെയ്യാൻ പറ്റുക? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാം. എങ്ങനെ മൾട്ടിപ്പിൾ അനാലിസിസ് ചെയ്യും? എഴുതി വെച്ചോ. നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാം, മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കാം, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാം. മനസ്സിലായോ? എഴുതി വെച്ചോ എങ്ങനെയാണ് മൾട്ടിപ്പിൾ അനാലിസിസ് ചെയ്യാന്നുള്ളത്. എഴുതി വെച്ചോ? എഴുതുന്നുണ്ടോ ആരെങ്കിലും? എങ്ങനെ ചെയ്യാം നമുക്ക്? എങ്ങനെ ചെയ്യാം മൾട്ടിപ്പിൾ അനാലിസിസ്? എങ്ങനെ ചെയ്യാം നമുക്ക്? ഒന്നുകൂടി ഞാൻ പറയുന്നു. നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ വരയ്ക്കാം, നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാം, പിന്നെ എന്ത് ചെയ്യാം? നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാം. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാം. വരച്ചു. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പോയിന്റിലേക്ക് ഞാൻ പോട്ടെ. നെക്സ്റ്റ് പോയിന്റിലേക്ക് ഞാൻ പോവാണ്. നെക്സ്റ്റ്, ചൂസ് എ സ്ട്രാറ്റജി ഫോർ എൻട്രി. നമുക്കൊരു സ്ട്രാറ്റജി വേണമല്ലോ. ഇപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഏതൊക്കെ സ്ട്രാറ്റജി, നമുക്ക് ഒരുപാട് സ്ട്രാറ്റജി നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഇല്ലേ? ഒരു 10ഓളം സ്ട്രാറ്റജി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ട്രാറ്റജി ഏതാണ്? ഒന്ന് പറഞ്ഞ കിഷോർ, ഇഷ്ടപ്പെട്ട സ്ട്രാറ്റജി ഏതാ? ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് കുഴപ്പമില്ല. ഏതാ? ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടിന്റെ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് തന്നെ നമ്മൾ 3 ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാണ് ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ടിൽ? നമ്മൾ ട്രെൻഡ് ലൈൻ വെച്ച് അപ്പറിലെ ട്രെൻഡ് ലൈൻ വെച്ചിട്ട് നോക്കിയിട്ട് റീടെസ്റ്റ് വന്നത്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് എന്ന് പറഞ്ഞത് നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ സ്ട്രാറ്റജി ഒരുപാട് കാലം അതിൻ്റെ പുറകിലായിരുന്നു സ്ട്രാറ്റജി. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കുക. അതിന് കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത് വെച്ചതാണ്. ഒരു 7ഓളം പോയിന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, പിന്നെന്താണ്? ട്രെൻഡ് ലൈൻ റീടെസ്റ്റ്, ബ്രേക്ക്ഔട്ട് ഇല്ലാത്ത റീടെസ്റ്റ്. അതെന്താണ്? ട്രെൻഡ് ലൈനിൽ വന്നിട്ട് 3ാമത്തെ തവണ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്നത്. പിന്നെന്താണ്? ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്ലസ് ട്രെൻഡ് ലൈൻ റീടെസ്റ്റ്. അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് കീർത്തിക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ട്രെൻഡ് ലൈൻ. എന്താണ് അൻവറിന് ഇഷ്ടപ്പെട്ട ഏതാ? അതന്നെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും പ്ലസ് ട്രെൻഡ് ലൈൻ. വേറെ ആർക്കും ഇഷ്ടപ്പെട്ട? വേറെ ആരോ ഒന്ന് പറഞ്ഞേ. വേറെ ഇഷ്ടപ്പെട്ട ഒരു സ്ട്രാറ്റജി ഏതാ? വേറെ ഇഷ്ടപ്പെട്ട സ്ട്രാറ്റജി ഏതാ? ഒന്ന് പറഞ്ഞേ. ആർക്കും ഇല്ലേ? ഇത് തന്നെയുള്ളൂ? വേറെ ആർക്കും സ്ട്രാറ്റജീസ് ഇല്ല? ആകെ 2 പേരും സെയിം ആണ്. ഏഷ്യൻ്റെ ഓക്കെ, ഏഷ്യൻ മാർക്കറ്റിൻ്റെ അത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ഞാനൊരു ഇത് പറഞ്ഞിട്ടില്ല. ജിൻസന് ഇവിടെ ക്ലാസ് കേട്ടിട്ടുണ്ടാവില്ല. ഞാനത് പറഞ്ഞില്ല. ഇത് പഴയ ആളുകൾക്കുള്ളതാണ്. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വേറെ ആർക്കുള്ള? സർഫ്രാസിന് ഇതുവരെ സ്ട്രാറ്റജി ഒന്നും പിടുത്തം കിട്ടിയില്ലേ? ഇപ്പോഴും പഴയ പോലെ ചാടിക്കയറുവാണോ സർഫ്രാസ്? ചാടിക്കയറില്ല സാറേ. ഓക്കെ, സ്ട്രാറ്റജി പറയും. ഇഷ്ടമില്ലല്ലോ സ്ട്രാറ്റജി. അപ്പോൾ ഒന്നും ഇഷ്ടമില്ല. ഇപ്പോഴും കല്യാണം കഴിച്ചിട്ട് പെണ്ണിനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ. ട്രെൻഡ് ലൈൻ തന്നെ. ട്രെൻഡ് ലൈൻ ഏതാന്ന് പറയും. ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ട്രെൻഡ് ലൈന് 3 ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതാന്നുള്ളത് പറയും. ക്ലാരിറ്റി വരട്ടെ. ഇതാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന സെറ്റപ്പ്. നിങ്ങളെല്ലാവരും സ്ട്രാറ്റജി എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കണ്ടായിരുന്നില്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം. ഒന്നൊന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം ഒരു 10 പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അറിവ് ശരിയാണ്. 10 ഞാൻ പറഞ്ഞിട്ടുണ്ട്. 10 അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആർക്കും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മുക്താർ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ തോന്നുന്നുണ്ട്. അൻപുറം വെച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
പറയും ഏതാണ് ഇപ്പം തീരുമാനം എടുക്കണം. കാരണം നാളെ മുതൽ നിങ്ങൾ ചെയ്യുന്നത് പാറ്റേൺ എങ്ങനെയാണ്, ട്രേഡ് ചെയ്യുന്ന പാറ്റേൺ എങ്ങനെയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാ, സ്ട്രാറ്റജി ഏതാ? സർഫ്രാസ് പറയ്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട്. ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സർഫ്രാസ് കണ്ടിട്ടും കൂടി ഇല്ല. പുതിയ ആളുകളൊന്നും അറിയില്ല, പഴയ ആളുകൾക്കാണ് ഇതൊക്കെ വീഡിയോ കണ്ടില്ലല്ലോ സാറേ. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടോ? ഓക്കെ, വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമ്മൾ സ്ട്രാറ്റജി എടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് നെക്സ്റ്റ്? ഇപ്പോൾ എഴുതി വയ്ക്കുക, ചൂസ് എ സ്ട്രാറ്റജി ഫോർ എൻട്രി. ഒറ്റ സ്ട്രാറ്റജി അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, റെഡ് പാൻ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, ഒറ്റ സ്ട്രാറ്റജി. ഞാനിപ്പോൾ 10 പറഞ്ഞിട്ടുണ്ട്, അതിൽ ഒറ്റ സ്ട്രാറ്റജി, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരൊറ്റ സ്ട്രാറ്റജി. ഒരാൾ ചെയ്യണമായിരിക്കണം മറ്റൊരാൾ എന്നുള്ള നിർബന്ധമില്ല കേട്ടോ, മാറി മാറി ഇരിക്കാം, നിങ്ങൾക്ക് താല്പര്യമുള്ളത്. ഞാനത് പറഞ്ഞ താല്പര്യമുള്ള ഒരൊറ്റ സ്ട്രാറ്റജി എഴുതി വെച്ചോ. ട്രെൻഡ് ലൈൻ സ്ട്രാറ്റജി ആണെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് സ്ട്രാറ്റജി, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് സ്ട്രാറ്റജി. മൂന്നാമത്തെ എന്താണ്? ട്രെൻഡ് ലൈൻ റീടെസ്റ്റ് സ്ട്രാറ്റജി, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സ്ട്രാറ്റജി. 3 ഉണ്ട്. ഇതിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ലൈനിൻ്റെ പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ മുക്താർ പറഞ്ഞ പോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റ് കഴിഞ്ഞുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് പിന്നെ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. വേറെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ ഓർമ്മ. പിന്നെ ഡേ ക്യാൻഡിൽ സ്ട്രാറ്റജി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല, പറഞ്ഞിട്ടുണ്ട് ഞാനത്. ഏകദേശം ഒരു 8 ഉണ്ടാവണം അല്ലേ മുക്താർ? ഇല്ലേ, 8 മുകളിലില്ലേ? 8 ഉണ്ട്. ഡബിൾ ബോട്ടം ഡബിൾ ടോപ്പ്. പിന്നെ അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് സ്കാൽപ്പിങ് അങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്, ഞാൻ കുറേ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും പുറകെ പോകാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ എല്ലാം പറഞ്ഞു തന്നു വിചാരിച്ചിട്ട് എല്ലാത്തിൻ്റെയും പുറകെ പോകാൻ പാടില്ല. ഒറ്റ സ്ട്രാറ്റജി. എല്ലാവർക്കും മനസ്സിലായോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒറ്റ സ്ട്രാറ്റജി പിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? മൈൻഡ് കൈവറ വരുമോ? വേറെ സ്ട്രാറ്റജി, ഇത് എനിക്ക് അറിയാവുന്ന സ്ട്രാറ്റജി ആണല്ലോ, ഞാൻ അതിൽ കയറി പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കൈവറ വരുമോ? ആർക്കെങ്കിലും വരുമോ? ഓക്കെ, ഒരാളൊന്നും മിണ്ടില്ല, എന്തായാലും വരുന്നുള്ള. നെക്സ്റ്റ് എന്താണ്? സ്ട്രാറ്റജി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എക്സിറ്റ് പോയിന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യണ്ടേ? ഏതാണ് എൻട്രി പോയിന്റ്, ഏതാണ് എക്സിറ്റ് എന്നുള്ളത് നമ്മൾ ഡിഫൈൻ ചെയ്യണ്ടേ? സ്ട്രാറ്റജി മാത്രം പോരല്ലോ, ഏതാണ് എൻട്രി പോയിന്റ്, ഏതാണ് എക്സിറ്റ് പോയിന്റ്, അതെങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? നമ്മുടെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് ആദ്യം നോക്കുക, എവിടെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയിലും എൻട്രി പോയിന്റും എക്സിറ്റും മാറി വരും. നോക്കുക, ആദ്യം നിങ്ങളത് നോക്കിക്കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? റിസ്ക് റിവാർഡ് മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എഴുതി വെച്ചോ. ആദ്യം നിങ്ങളെ സ്ട്രാറ്റജി ബേസ് ചെയ്തിട്ട് നോക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സ്ട്രാറ്റജിയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 15 പിപ്പിൻ്റെ സ്റ്റോപ്പ് ലോസും 30 പിപ്പ് റിവാർഡുമാണ്. നമ്മൾ ഒരു എൻട്രി, നമുക്കിപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ട്രാറ്റജി നമുക്ക് കിട്ടി, ആ സ്ട്രാറ്റജിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ, എൻട്രി ആൻഡ് എക്സിറ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ 15 കൂടുതൽ സ്റ്റോപ്പ് ലോസ് ആണ് എങ്കിൽ നമ്മൾ ആ ട്രേഡ് എടുക്കണോ? വേണ്ട. അതുപോലെ തന്നെ തിരിച്ചു, നമുക്കത് 30 കിട്ടുന്നില്ല, ഒരു 20 കിട്ടുന്നു വരുന്നുള്ളൂ, നമ്മൾ എടുക്കണോ? അതും വേണ്ട. അപ്പോൾ കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, റിവാർഡ് കൂടുതലാണെങ്കിൽ കുഴപ്പമില്ല, റിവാർഡ് കുറവാണെങ്കിൽ എടുക്കും ചെയ്യരുത്, റിസ്ക് കൂടുതലാണെങ്കിൽ എടുക്കും ചെയ്യരുത്. മനസ്സിലായോ? റിവാർഡ് കുറവാണെങ്കിൽ എടുക്കരുത്, റിസ്ക് കൂടുതലാണെങ്കിലും എടുക്കരുത്. നോട്ട് ചെയ്തോ? എൻട്രി എക്സിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചെയ്തോ? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കീപ് പേഷ്യൻസ്. ഇവിടെയാണ് സർഫ്രാസേ, ഇവിടെയാണ് സമാധാനത്തിൽ എടുക്കേണ്ടത്. ഈ പേഷ്യൻസ്. ഇവിടെ ഫെയിലർ ആവുന്ന എത്ര ആൾക്കാരുണ്ട്? ഈ ഒരു പോയിന്റ് 9 ഫെയിലർ ആവുന്ന, അല്ലെങ്കിൽ പോയിന്റ് 9 നിങ്ങൾക്ക് പാലിക്കാൻ പറ്റാത്ത പേഷ്യൻസ് ആവാം എത്ര ആൾക്കാരുണ്ട്? പറ്റാത്ത എത്ര ആൾക്കാരുണ്ട്? ഞാൻ തന്നെ സാറേ. ബാക്കിയുള്ള ആൾക്കാർ വരട്ടെ. ഞാനുണ്ട്. അടുത്ത ആൾക്കാർ പറഞ്ഞേ. അടുത്ത ആൾ പറഞ്ഞേ. 2 ആളുള്ളൂ. 2 രണ്ടാളുണ്ട്. സിനാനുണ്ട്. പിന്നെ ആരുണ്ട്? മുക്താറുണ്ട്. പിന്നെ ആരുള്ളു?
ഇവിടെ ഇരിക്കുന്ന 99% ആൾക്കാർക്കും ആ പ്രശ്നമുണ്ട് നൗഷാദ്. കാരണം നല്ല ട്രേഡ് എടുത്തിട്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യും. എന്നിട്ട് അതല്ല ഞാൻ പറയാം, കീപ് പേഷ്യൻസ് എന്ന് പറഞ്ഞ എൻട്രി എക്സിറ്റിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കീപ് പേഷ്യൻ്റ്, ഐ മീൻ നമ്മൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്ത് നിൽക്കണം അല്ലേ? എൻട്രി പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നെക്സ്റ്റ് എന്താണ്? എക്സിറ്റിനും വേണ്ടിയിട്ട്, എക്സിറ്റ് പ്രോഫിറ്റ് ആവാം ലോസ് ആവാം, അതിനും വേണ്ടിയിട്ട് നമുക്ക് പേഷ്യൻസ് ഉണ്ടായിരിക്കണം. ഉണ്ടോ അവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്കുണ്ടാവും? ഒറ്റ ആൾ പറഞ്ഞാൽ മതി എനിക്ക് ആ പേഷ്യൻ്റ് ഉണ്ടെന്നാണ്. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ഫെയിലർ ആവുന്നത്, നിങ്ങൾ തോൽക്കുന്നത് എവിടെയാണ്? തുടക്കം മുതലേ പറഞ്ഞിരുന്നൊരു കാര്യമാണത് അല്ലേ? എപ്പോഴും നമ്മൾ ക്യാൻറ്റീനിൻ്റെ ഉദാഹരണം വന്നിട്ട് പറയാറുണ്ട്, മുകളിലോട്ട് പോകുമ്പോഴും താഴോട്ട് പോകുമ്പോഴും കീപ് പേഷ്യൻസ്. അണ്ടർലൈൻ ചെയ്തോ, അടുത്ത ചോപ്പ് വരാം. കീപ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയൊരു വേർഡല്ലേ അതെന്നുള്ളത്. പക്ഷേ റിസ്ക് റിവാർഡ് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുമെങ്കിൽ, സ്ട്രാറ്റജി നിങ്ങൾക്ക് വഴി കാണിക്കുമെങ്കിൽ, വഴി എന്ന് പറഞ്ഞാലേ സ്ട്രാറ്റജി എന്ന് വെച്ചൊരു വഴിയാണ്, എന്ന് വെച്ചാൽ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള ഒരു വഴി കാണിക്കുമെങ്കിൽ, ഈ ഒരു സാധനം പാലിച്ചില്ലെങ്കിൽ, പേഷ്യൻസ് പാലിച്ചില്ലെങ്കിൽ, ഈ ഇവിടുന്നുള്ള 8 പോയിന്റും ഇവിടുന്നുള്ള 8 പോയിന്റും 9ൻ്റെ മുകളിലുള്ള 8 പോയിന്റും എന്താണ്? വാല്യൂ ഇല്ല എന്നുള്ളതാണ് അർത്ഥം. മനസ്സിലായോ? ഈ പേഷ്യൻസ് ഇല്ലെങ്കിൽ ഇവിടുന്നുള്ള 8 പോയിന്റിനും വാല്യൂ ഇല്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, 8 പോയിന്റിനും വാല്യൂ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? ഉറപ്പിക്കല്ലേ നമുക്ക് ഇനി പേഷ്യൻസ് ഉണ്ടാവുന്നുള്ളൂ? അല്ലേ? ഉറപ്പിക്കല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് പോയിന്റാണ് വെയിറ്റ് ഫോർ എൻട്രി. പേഷ്യൻസിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പേഷ്യൻസ് വെയിറ്റ് ഫോർ എൻട്രി, പേഷ്യൻസോടുകൂടി വെയിറ്റ് ഫോർ എൻട്രി. ഇത് ആക്ച്വലി ഒറ്റ പോയിന്റായിട്ട് ഇട്ടാൽ മതിയായിരുന്നു. ഞാനത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് 2 പോയിന്റ് ആക്കിയെന്ന് പറഞ്ഞത്. തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു എന്താണ് വെയിറ്റ് ഫോർ എൻട്രി ആൻഡ് വെയിറ്റ് ഫോർ എക്സിറ്റ്. എൻട്രി ആൻഡ് എക്സിറ്റ് എന്നുള്ള കൊടുക്കണമായിരുന്നു, എൻട്രി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഓൾറെഡി പറഞ്ഞ പോയിന്റാണ്. അപ്പോൾ നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ വരാം. എന്താണ് ആക്സെപ്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്? ഇത് ചെയ്യാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട് ഇവിടെ? ഇത് ചെയ്യാൻ പറ്റുന്ന എത്ര ആൾക്കാരുണ്ട്? പേഷ്യൻസ് കൂടിയൊക്കെ ഇരുന്നു, നിങ്ങൾക്ക് പ്രോഫിറ്റും വന്നു ലോസും വന്നു. അല്ല, പ്രോഫിറ്റ് കിട്ടി ലോസ് കിട്ടി, രണ്ടും ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിരിക്കും ലോസ് ആയിരിക്കും. പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഒട്ടനാട്ടി ട്രേഡ് എടുക്കാൻ തുനിയുന്ന ആൾക്കാരെ ആരൊക്കെ ഉണ്ട് ഇവിടെ? ഒട്ടനാട്ടി പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടി ഇതിൻ്റെ ഇരട്ടിയാക്കാൻ, അതാണ് മൈൻഡ് സെറ്റുള്ള ആളുകൾ ആരൊക്കെ ഉണ്ട് ഇവിടെ? പറയും. ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പല്ല, ഇപ്പൊ മാറിയിട്ടുണ്ട്. പറയും. ആദ്യം പ്രോഫിറ്റിൻ്റെ കാര്യം ഞാൻ പറയാം. വേറെ ആരാള്? അൻവർ പറഞ്ഞു. വേറെ ആരാള് പറയും? വേറെ ആർക്കും ഇല്ല. പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ തൊട്ടടിക്കത്ത് എന്താണ്? വീണ്ടും ട്രേഡ് എടുക്കണം. എങ്ങനെയാലും ട്രേഡ് എടുക്കണം. ഇപ്പോൾ ഇതുപോലെ തന്നെ പ്രോഫിറ്റ് വരും, അതുപോലെ തന്നെ പ്രോഫിറ്റ് വരും. വാസിലിനില്ല. വാസിൽ ഇപ്പൊ ഇല്ല, മുമ്പുണ്ടായിരുന്നു. പുതിയ ആളുകൾ ആരൊക്കെ? പുതിയ ആളുകൾ പറയട്ടെ. ഇപ്പോൾ ഇല്ല എന്നുള്ള ഇപ്പോൾ കുറച്ച് പേരല്ല. ജിൻസൻ, അതുപോലെ നിർമ്മൽ, നൗഷാദ്. പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത മൊമെന്റിൽ തന്നെ അടുത്ത എൻട്രിക്ക് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന ആളുകൾ ആരാണ് ഇവിടെ? നിർമ്മൽ ഇപ്പില്ലേ? ഒന്നൊരാഴ്ചയുടെ ഉള്ളിൽ മാറിയോ? എനിക്ക് തോന്നുന്നില്ല. എന്താ അങ്ങനെ എടുക്കാൻ തോന്നുന്നില്ല. ഇല്ല. ലോസ് വന്നാലോ? നിരാശ വന്നിട്ട് ഡബിളായിട്ട്, ഞാൻ പറഞ്ഞ ലോസ് വന്നാൽ, നിരാശ വന്നിട്ട് ലോസ് വന്നു കഴിഞ്ഞാൽ എന്താണ്ടാവുക? നമ്മൾ 99%. ഞാൻ 99 എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ആളുകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ 99% എന്ന് പറയുന്നത്. 99% എന്താ ചെയ്യുക? ലോസ് വന്ന 0.01 നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ലോസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് 0.02 നെക്സ്റ്റ് ലോട്ട് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിന്ത എന്താണെന്നറിയോ? ചെറിയൊരു മൊമെന്റ് കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പഴയതിൻ്റെ ഒപ്പം ബ്രേക്ക് ഈവൺ ആക്കും. ആദ്യത്തെ ചിന്ത അതായിരിക്കും അല്ലേ? ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആദ്യത്തെ ചിന്ത അതായിരിക്കും. ബ്രേക്ക് ഈവൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് തോന്നും കുറച്ചുകൂടി താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ആയല്ലോ എന്ന് തോന്നും. അത് കഴിഞ്ഞാൽ എന്താണ്? മോളിക്ക് കയറി പോകുമ്പോൾ പറയും ഇതിപ്പോൾ തന്നെ ഇപ്പോൾ പ്രോഫിറ്റ് ഇപ്പോൾ കാണിച്ചല്ലേ, അപ്പോൾ വീണ്ടും വരും, അതിനും കൂടുതൽ വരും എന്ന് പറയും. എന്താണ്? ഒരു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഇമോഷൻസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് പന്താടും, അല്ലെങ്കിൽ നമ്മളുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തീരും. നമ്മളപ്പോഴേ ട്രേഡ് കയ്യിൽ നിന്ന് പോയി. ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്തുകൊണ്ടാണ് എല്ലാവരും സക്സസ് ആവാത്തത് എന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടോ? കാരണം സന്തോഷം തോന്നുന്ന ആൾക്കാരെ പ്രത്യേകത എന്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞുതരാം, അതിൻ്റെ സൈക്കോളജി പറഞ്ഞുതരാം. സന്തോഷം തോന്നുന്ന ആൾക്കാരെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വളരെ പെട്ടെന്ന് പോയിട്ട് ഇത് ചെയ്യാൻ നോക്കും, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കും.
അത് ചെയ്യും ഇത് ചെയ്യും അത് ചെയ്യും ഇതൊക്കെ ചെയ്യും. അവരൊരു 2-3 ദിവസം കഴിയുമ്പോൾ എന്താ ഉണ്ടാവുമെന്നറിയോ, അവരുടെ സന്തോഷത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചു തുടങ്ങും. എന്താണെന്നറിയോ, ഈ 11 പോയിന്റ് നിങ്ങൾ കാണുന്ന പോലെ എളുപ്പമുള്ള കാര്യങ്ങളല്ല. തോന്നുന്നുണ്ടോ എളുപ്പമുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ടോ? ഷെബിലിന് തോന്നുന്നുണ്ടോ? ഷെബിലിന് തോന്നുന്നുണ്ടോ? കുറച്ച് ഹാർഡ് വർക്ക് ഉള്ളതാണ്. നല്ല ഹാർഡ് വർക്ക് ഉള്ളതാണ്. അപ്പോൾ സന്തോഷം തോന്നുന്ന ആളുകൾ അവർ ഓൾറെഡി 3ാമത്തെ പോയിന്റിലേക്ക് ഷിഫ്റ്റ് ആവും. എന്ന് വെച്ചാൽ 3ാമത്തെ ആളുകൾക്ക് ഷിഫ്റ്റ് ആവും. ഞാൻ ശ്രമിച്ചു, എനിക്ക് കണ്ടത് നടക്കണില്ല എന്നുള്ള ലെവലിലേക്കാവും. ഇംപ്രൂവ് ചെയ്യും എന്ന് പറയുന്ന ആൾക്കാർ മാത്രമേ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഞാൻ പറഞ്ഞ് നോട്ട് ചെയ്ത് വെച്ചു. ഇംപ്രൂവ് ചെയ്യും എന്ന് പറഞ്ഞ ആളുകൾ മാത്രമേ സ്റ്റിക്ക് ഓൺ ചെയ്യൂ. കാരണം എന്താണെന്ന് പറയുക, ഇംപ്രൂവ് ചെയ്യും എന്നത് ആളുകൾ ആദ്യം അവരിതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും വശങ്ങൾ ചിന്തിച്ചിട്ടേ അവർ കൂടുതൽ ഇപ്പം നെഗറ്റീവും പോസിറ്റീവും വശങ്ങളും അവർക്ക് ആദ്യമേ പിടികിട്ടിയിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇതെങ്ങനെ എവിടേക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് 1-2 തവണ നിങ്ങൾ എന്ത് ചെയ്യും, എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇംപ്രൂവ് ചെയ്യുന്ന ആളുകൾ ഇംപ്രൂവ് ചെയ്യാം എന്ന് പറഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യും, ഇന്ന ഏരിയയിൽ ഡ്രോബാക്സ് ഉണ്ട്, ഇന്ന ഏരിയയിൽ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ പറയുന്ന ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചെയ്യുക. ഇന്നിപ്പോൾ എത്രയാണ് 19/3/2024. നാളെ മുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസം അവസാനം ആകുമ്പോഴേക്കും ഇതിൻ്റെ റിസൾട്ട് പറയാൻ പറ്റുന്നുള്ളൂ. ആർക്കൊക്കെ റിസൾട്ട് പറയാൻ പറ്റും? ഈ മാസം അവസാനം ഉണ്ടല്ലോ, ഇനിയൊരു 10 ദിവസം റിസൾട്ട് പറയാന്ന് വെച്ചാൽ എന്നോട് പറയണം. ഇതുപോലെ നമ്മൾ ലൈവിൽ ഇരിക്കുമ്പോൾ നമ്മളോട് പറയണം റിസൾട്ട്. നമ്മൾ ഡെവലപ്പിംഗ് ട്രേഡിംഗ് സെറ്റപ്പ് വെച്ചിട്ട് പറ്റുന്നുള്ളൂ. ഈ മാസം അവസാനം ഇനിയിപ്പോൾ 10 ദിവസം ഉണ്ടാവില്ല. 10 ദിവസം ഇല്ല, ഒരു 5-6-7 ദിവസം ഉണ്ടാവും, ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടാവും. കാരണം അധികം ദിവസമൊന്നും വേണ്ടത്. സിമ്പിൾ പോയിന്റ് അല്ലേ? എത്ര പേർക്ക് പറ്റും? 3 ആൾ പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞു. വേറെ ആർക്കൊക്കെ പറ്റും? കിഷോർ പറഞ്ഞു, വാസിൽ പറഞ്ഞു, ഞാനുണ്ട്, വാസിലുണ്ട്. ഓക്കെ, പറ്റുമെന്നുള്ള രീതിയിൽ പറഞ്ഞു. കൈ വെക്കുന്നുണ്ട്, കൈ ഓക്കെ. സർഫ്രാസ്, ജിൻസൺ, ഷെബിൽ എല്ലാവരും പറഞ്ഞു പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ മാസം അവസാനം ആകുമ്പോഴത്തേനും മാർച്ച് അവസാനം ആകുമ്പോഴത്തേനും നിങ്ങൾ എന്താണ്, ഒരു ട്രേഡറുടെ സെറ്റപ്പ് നിങ്ങളുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. ഒരു പ്രൊഫഷണൽ ട്രേഡറുടെ സെറ്റപ്പ് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്ന് വെച്ചാൽ ഈ 11 പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 11 പോയിന്റ് എന്താണ്, ഒരു ട്രേഡിലേക്ക് നമ്മൾ എത്തി, ട്രേഡ് അവസാനിക്കുന്നതാണ് അല്ലേ? 11 പോയിന്റ് ആക്സെപ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രേഡ് അവസാനിച്ചു എന്നല്ലേ? അല്ലെങ്കിൽ ആ ദിവസം അവസാനിച്ചു എന്നല്ലേ? എന്തിനാണ് ടീച്ചർമാർ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാർ എന്തിനാണ് ഹോംവർക്ക് ചെയ്തു തരുന്നത്? ഹോംവർക്ക് എന്താണ്? ഹോംവർക്ക് ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനാണ് അല്ലേ? ഇമ്പ്രൂവ് ചെയ്യാനല്ലേ? നമ്മൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് ഇമ്പ്രൂവ് ചെയ്യാനാണ്. അപ്പോൾ ഇതിനും വേണ്ടേ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണ്ടേ? വെറുതെ ചുമ്മാ അങ്ങനെ എഴുതി വെച്ച് പോയാൽ മതിയോ? വേണ്ടേ? മുക്താറിനൊക്കെ ഒരു സംശയമായി കേട്ടോ. ഇപ്പോൾ മുക്താറിനൊക്കെ സംശയമായി ഇപ്പോൾ. എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം? റൈറ്റ് ജേണൽ. ആരെങ്കിലും ജേണൽ സ്റ്റാർട്ട് ചെയ്തോ? അവിടെ ജേണൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ചെയ്യുന്നുണ്ട്. കിഷോർ, അതല്ല കേട്ടോ, ഞാൻ തന്നിരിക്കുന്ന ജേണലല്ല, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ജേണലല്ല. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ട്രേഡിംഗ് ഡീറ്റെയിൽ ആണ്. ട്രേഡ് എടുക്കുന്ന ഡേ ട്രേഡിൻ്റെ ഡീറ്റെയിൽ മെൻഷൻ ചെയ്യാണ്. ടു റൈറ്റ് ജേണൽ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 11 പോയിന്റും എങ്ങനെ നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്തു? ന്യൂസ് പോർട്ടലിൽ നിങ്ങൾ വായിച്ചു. ന്യൂസ് പോർട്ടൽ വായിച്ചിട്ട് ഇന്ന കറൻസിയിൽ ഇന്ന ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലായി. അത് മനസ്സിലായപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ കറൻസി പെയർ ഞാൻ പിക്ക് ചെയ്തു. റിസ്ക് റിവാർഡ് കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്ത് വെച്ചു. ടൈം ഫ്രെയിം ഞാൻ ഇന്ന ടൈം ഫ്രെയിമിൽ ചെയ്തു, ഇന്ന ടൈം ഫ്രെയിമിൽ ഞാൻ എൻട്രി എടുത്തു. മൾട്ടിപ്പിൾ ടൈം ഫ്രെയിം അനാലിസിസ് ഞാൻ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ സ്ട്രാറ്റജി പ്രകാരമുള്ള ഒരു ഏരിയ കിട്ടി. ഏത് ഏരിയ എന്താണ്? ഡിഫൈൻ എൻട്രി ആൻഡ് എക്സിറ്റ്. ഇതായിരുന്നു എൻ്റെ എൻട്രി ആൻഡ് എക്സിറ്റ്. പേഷ്യൻസോടുകൂടി ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നു, എൻട്രി എടുത്തു. എനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടി. പ്രോഫിറ്റ് കിട്ടാനുള്ള കാരണം ഈ സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത സമയത്ത് എനിക്ക് ഫേവറായിട്ടുള്ള ഇന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ലോസ് സംഭവിക്കാനുള്ള കാരണം സൈക്കോളജിക്കലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? നെർവസ് സംഭവിച്ചോ? പേഷ്യൻസ് ഇല്ലാതിരുന്നോ? അല്ലെങ്കിൽ പേഷ്യൻസ് ഇല്ലാതിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഇല്ലാതിരുന്നോ? എഴുതിയിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും?
എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? ഇങ്ങനെ എഴുതണ്ടെന്നല്ല, ഇങ്ങനെ ഐ മീൻ ഞാൻ പറഞ്ഞ ഫുൾ രീതിയിൽ എഴുതിയെന്നല്ല, അല്ലെങ്കിൽ അല്ലാത്ത വിധത്തിൽ എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? ക്ലിയർ ആവണം കിഷോർ, ക്ലിയർ ആവണം. ക്ലിയർ ആവുന്ന എത്രത്തോളം ക്ലിയർ ആവുന്നോ അത്രത്തോളം നിങ്ങളുടെ മൈൻഡ് ക്ലിയർ ആവും. എത്രത്തോളം നിങ്ങൾ എഴുതുന്ന ക്ലിയർ ആവണോ അത്രത്തോളം മൈൻഡ് ക്ലിയർ ആവും. എങ്ങനെയാണ് ജേണൽ എഴുതാന്നുള്ള അറിയില്ലേ? ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആരൊക്കെ ചെയ്യും എന്ന് പറഞ്ഞേ? ആരൊക്കെ ചെയ്യും അത് പറഞ്ഞേ? ആരൊക്കെ ചെയ്യും ജേണൽ എഴുതാ? ആരൊക്കെ ചെയ്യും? അൻവർ മണ്ടല്ലോ. ചെയ്യാം. ഞാന് സാധാരണഗതിയിൽ എഴുതാറുണ്ട്, പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് എഴുതാറില്ല. എഴുത് ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പാരഗ്രാഫ് ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ പാരഗ്രാഫ് ഉണ്ടോ? ഇല്ല, കൂടിപ്പോയ രണ്ടാമത്തെ പാരഗ്രാഫ് എടുക്കാനുള്ള റീസണും പിന്നെ വെക്കാറുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് ഒക്കെ വന്നാലേ അത്ര എഴുതാറുള്ളൂ. അത് ഇത്തിരി എന്നാലും ഒരു പാരഗ്രാഫ് തന്നെ ഉള്ളൂ ഞാൻ പറഞ്ഞത് അല്ലേ? ഒരു പാരഗ്രാഫ് തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ സൈക്കോളജിക്കലായി എഴുതണം, സ്പെഷ്യലായിട്ട് ഒരു സൈഡിൽ എഴുതണം. എന്തായിരുന്നു നിങ്ങളുടെ സൈക്കോളജി എന്നുള്ളത് ഒരു സൈഡിലും, ഒരു സൈഡിൽ സൈക്കോളജി, ഒരു സൈഡിൽ എന്ത് എഴുതണം? ടെക്നിക്കലായുള്ള കാര്യങ്ങളാണ് നമ്മൾ 11 പോയിന്റിൽ വിവരിച്ചത്. മറ്റു സൈഡിൽ എന്തായിരുന്നു സൈക്കോളജി എന്നുള്ളത് എഴുതണം. താഴെ ഓക്കെ ഇത് എഴുതി. നെക്സ്റ്റ് ഇപ്പം എങ്ങനെയാണെന്നുള്ള എഴുതല്ലോ അല്ലേ? എല്ലാവരും എഴുതല്ലോ, ഒന്നിനും മിണ്ടാതിരിക്കുന്നുണ്ട്. അരുൺകുമാർ മിണ്ടണേ ഇല്ല. അരുൺകുമാർ ബുദ്ധിമുട്ടായോ? അരുൺകുമാർ ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ഷോപ്പിലാണ് സാറേ, അതുകൊണ്ടാണ്. ഓക്കെ. കീർത്തിക്കൊന്നും വേണ്ടിയില്ലല്ലോ. കേട്ടല്ലോ, കേക്കലിപ്പോ ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. ട്രേഡ് എടുക്കുന്നില്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ടല്ല ഞാൻ എഴുതാൻ പറഞ്ഞത് നിങ്ങളോട്. ഇതെല്ലാം എഴുതാൻ പറഞ്ഞത്. ട്രേഡ് എടുക്കണില്ല എന്ന് പറഞ്ഞാല് നിങ്ങളോട് വാച്ച് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞോ ഞാന്. അത് എഴുതിയിട്ടില്ല അല്ലേ? അത് ജേണൽ പോലെ എങ്ങനെ ജേണൽ എഴുതണം എന്നുള്ള കാര്യം മനസ്സിലായില്ലേ ഇപ്പൊ? സിമ്പിളായിട്ട് വാരി വലിച്ചൊന്നും എഴുതണ്ട. സിമ്പിളായിട്ട് ഒരു പാരഗ്രാഫിൽ എഴുതണമെങ്കിൽ ഒരു പാരഗ്രാഫിൽ എഴുതുക. ഓരോ തവണ എഴുതുമ്പോൾ റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കുക നോക്കുക. എന്തുകൊണ്ടാണ് റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കാൻ നോക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. റിപ്പീറ്റേഷൻ ഇല്ലാതിരിക്കുമ്പോൾ ബോറടിക്കും. റിപ്പീറ്റേഷൻ ഉണ്ടാകുമ്പോൾ, ഇല്ലാതല്ല, റിപ്പീറ്റേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുക. ആ ബോറടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും വാക്കുകൾ മാറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ഐഡിയപരമായിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി ചേർക്കുക. അത് നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങൾ തന്നെ പഠിക്കാനുള്ളതാണ്. മനസ്സിലായല്ലോ? ജേണലിൻ്റെ കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. ചാനൽ കഴിഞ്ഞിട്ട് ട്രേഡിംഗ് അനാലിസിസ് നടത്തണം. വേണ്ടേ? നമ്മൾ ഡെയിലി ട്രേഡിംഗ് അനാലിസിസ് നടത്തണം. എങ്ങനെയാണ് ഡെയിലി ട്രേഡിംഗ് അനാലിസിസ്? നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നോ ലോസ് ആയിരുന്നോ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അനാലിസിസ് നടത്തണം. അതിനാണ് നമ്മൾ എന്ത് തന്നിരിക്കുന്നത്? എന്താണ് തന്നിരിക്കുന്നത് കിഷോർ? എന്താണ് തന്നിരിക്കുന്നത്? അതിനാണ് നമ്മൾ ആ ഷീറ്റ്, എക്സൽ ഷീറ്റ് എല്ലാവർക്കും ഷെയർ ചെയ്തിരിക്കുന്നത്. ജേണലിൽ നിങ്ങൾ ഫീലിങ്സും കാര്യങ്ങളും ഇതെല്ലാം എഴുതി വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജി പ്രകാരം വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് എഴുതി വയ്ക്കുകയാണെങ്കിൽ ഡെയിലി ട്രേഡിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞത് നിങ്ങൾ ചെയ്ത ട്രേഡിൻ്റെ പ്രോഫിറ്റും ലോസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടാണ് ഡെയിലി ട്രേഡിംഗ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ ഫയലിൽ, ഡെയിലി ട്രാക്കർ എന്ന് പറഞ്ഞ ഫയലിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ, ഇത് കൂടുതൽ പറയണ്ടല്ലോ. എല്ലാവർക്കും കിട്ടാത്ത ആളുകളുണ്ട്, പുതിയ ആളുകൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അടുത്തെന്താ? റിസർച്ച് ഓൺ മാർക്കറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അടച്ചുപൂട്ടി പോവാണോ? നാളേക്കുള്ള റിസർച്ച് തുടങ്ങണ്ടേ? ഇന്നേ തുടങ്ങണ്ടേ? ഇവിടെ എത്ര ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് മാർക്കറ്റ് താഴേക്ക് പോവോ, മാർക്കറ്റ് മുകളിലേക്ക് പോവോ എന്ന് എത്ര ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്? സർഫ്രാസെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. മുക്താർ ചോദിച്ചിട്ടുണ്ട്, അൻവർ ചോദിച്ചിട്ടുണ്ട്, ബാസിൽ ചോദിച്ചിട്ടുണ്ട്. നിർമ്മലിൻ്റെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. സിനാൻ ചോദിച്ചിട്ടില്ല. സിനാൻ പുതിയത് വന്നാലും അത്ര ഇതൊന്നും അറിയില്ല. ചോദിച്ചിട്ടുണ്ട്. എത്ര ആൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്? അതറിയണമെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങണ്ടേ? റിസർച്ച് ഓൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഈ ന്യൂസുകൾ വായിക്കുക, പരമാവധി അറിവ് കളക്ട് ചെയ്യുക, അത് എഴുതി വയ്ക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ? പരമാവധി
അറിവ് കളക്ട് ചെയ്യുക, എഴുതി വയ്ക്കുക. ന്യൂസ് മാത്രമല്ല, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും എഴുതി വയ്ക്കുക. കാരണം ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് തോന്നുകയാണ് ഇന്ന പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ ഗോൾഡ് തിരിച്ചിറങ്ങും, അല്ലെങ്കിൽ ഇന്ന പോയിന്റ് എത്തുമ്പോൾ ഗോൾഡ് ബ്രേക്ക് ഔട്ട് തരും, ഇത് എഴുതി വയ്ക്കുക. കാരണം എഴുതി വയ്ക്കുക. മനസ്സിലായോ? റിസർച്ച് ഓൺ മാർക്കറ്റ് എന്ന് പറഞ്ഞത് മനസ്സിലായോ? ബുദ്ധിമുട്ടാവുണ്ടോ അതൊക്കെ പറയുന്നത്? സർഫ്രാസ് നല്ല ബുദ്ധിമുട്ടുണ്ട് തോന്നുന്നുണ്ടല്ലോ. പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല സിനാൻ, പക്ഷെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് തോന്നുമോ ഇതില് സിനാൻ? ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് തോന്നുമോ? ഇല്ല, ഇംപ്രൂവ് ചെയ്യാം. വേറെ ആർക്കാ ബുദ്ധിമുട്ട് തോന്നുന്നത്? കാരണം ഇതിപ്പോൾ ഇത്രയും ചെയ്യണ്ട ഞാൻ ആർക്കൊക്കെ തോന്നണം? ആർക്കാ തോന്നണേ? ആർക്കാ തോന്നണേ? ആർക്കും തോന്നില്ല. ഇപ്പോഴും ബുദ്ധിമുട്ട് ഇങ്ങനെ എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഇതുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ടൈമിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിക്കാണ് ഞാൻ വരുന്നത്. അത് ഞാൻ അവസാനം പറയാം. അതിക്കാണ് ഞാൻ വരുന്നത്. ഓക്കെ. റിസർച്ച് ഓൺ മാർക്കറ്റ്. അടുത്ത് ലാസ്റ്റ് പോയിന്റാണ്, നമ്മളിത് അവസാനിപ്പിക്കുകയാണ്. പ്രിപ്പയർ എ നോട്ട് എന്ന് പറഞ്ഞാൽ റിസർച്ച് ഓൺ മാർക്കറ്റിൻ്റെ കാര്യം തന്നെയാണ്. ഞാൻ പ്രിപ്പയർ എ നോട്ട്, എന്ത് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കിട്ടി അത് പ്രിപ്പയർ എ നോട്ട്, ഒരു നോട്ടാക്കി എഴുതുക. പിറ്റേ ദിവസം നിങ്ങൾക്ക് എന്താണ്, പിറ്റേ ദിവസത്തേക്ക് അത് എളുപ്പമായില്ലേ? നിങ്ങൾക്ക് ട്രേഡിംഗ് പ്ലാനിലേക്ക് എളുപ്പമായില്ലേ? ആയോ? ട്രേഡിംഗ് പ്ലാനിലേക്ക് എളുപ്പമായില്ലേ? പിറ്റേ ദിവസം ഇത് തന്നെയല്ലേ റിപ്പീറ്റ് ചെയ്യേണ്ടത്? ട്രേഡിംഗ് പ്ലാനിലേക്ക് എളുപ്പമായില്ലേ? ഇടയ്ക്ക് എത്തുമ്പോൾ ആർക്കും വയ്യാണ്ടായി, നോമ്പ് വെച്ച് വയ്യാതായിരിക്കുന്ന പോലെയാണ്. ഇപ്പോൾ മിണ്ടണം കൂടി ഇല്ല. ആർക്കെങ്കിലും സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഞാനല്ലാണ്ട് ഞാൻ കുറേ നേരമായാലും സംസാരിക്കണം. എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട്. ഞാനൊന്ന് കുറച്ച് നേരം സംസാരിക്കാൻ എന്നുള്ളത് ആർക്കെങ്കിലും തോന്നണുണ്ടോ? ആർക്കും തോന്നണില്ല? വേണേ സംസാരിക്കട്ടോ. എനിക്ക് അതിൽ സംസാരമൊന്നും വേണ്ട സിനാന്. ഞാൻ പറഞ്ഞില്ലേ, ഈ പ്രിപ്പയർ എ നോട്ട് എന്ന് പറഞ്ഞ് ഇത്രയും പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മുടെ ഡെവലപ്പിംഗ് ട്രെയിനിങ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞു. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കഴിഞ്ഞിട്ട്? പറഞ്ഞേ. ഓരോരുത്തരുടെ നിന്ന് തന്നെ തുടങ്ങാം. അൻവർ എന്താ തോന്നണേ? ഏറെക്കുറെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ പിന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും ചെയ്യുന്നില്ല മാത്രം. റിസർച്ച് ഒന്നും ചെയ്യുന്നില്ല, എന്നാലും വരച്ചിടും നാളെ എങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പ്രയാസമാണ്, എങ്കിലും ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഓക്കെ. വേറെ ആർക്കാണ് പ്രയാസമുള്ള ആളുകൾ? ആർക്കൊക്കെ? ജിൻസൺ പറയും. പ്രയാസമൊന്നുമില്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ട്രേഡ് ചെയ്യാൻ ഒരു നല്ലൊരു ട്രേഡർ ആവാനെന്ന് തോന്നുന്നുണ്ട്. ഇത് എങ്ങനെ ചെയ്യണം എന്നൊരു സഹായം ആവശ്യമുണ്ട്. എങ്ങനെ ചെയ്യണം? ഞാനിത് എന്തുകൊണ്ടാണെന്ന് അറിയാം. ഞാൻ പുതിയ ആൾക്കാരല്ല, പഴയ ആൾക്കാർക്കാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ഒക്കെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ വീഡിയോസ് കണ്ടോ? ഉണ്ട്. ഞാനിപ്പോ ഒരു 9 വീഡിയോത്തോളം കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ഉണ്ടാവില്ല, ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടല്ലോ. മൾട്ടിപ്പിൾ എവിടെ എത്തി? ലാസ്റ്റ് വീഡിയോ ഏതാണ്? സ്ട്രക്ചറാണ് ഞാൻ കണ്ടത്. മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പൊ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല, എഴുതി വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവല്ലോ. എഴുതി വെക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ ഐഡിയയിൽ എഴുതുക. എപ്പോഴും എഴുതുമ്പോൾ ഒരു കാര്യം ഞാൻ എല്ലാവരോടും കൂടി എഴുതുമ്പോൾ, നമ്മൾ ഡിഗ്രി ജിൻസൺ ഡിഗ്രി പഠിച്ചാണല്ലോ അല്ലേ? ഞാൻ ജസ്റ്റ് ചോദിക്കുന്നതാണ്. കഴിഞ്ഞാണല്ലോ, ഗ്രാജുവേഷൻ കഴിഞ്ഞാണല്ലോ അല്ലേ? നിങ്ങൾക്ക് റെക്കോർഡ് വെക്കുക എന്നുള്ള പരിപാടി ഉണ്ട് ഇല്ലേ? അസൈൻമെന്റ് വെക്കുക, റെക്കോർഡ് വെക്കുക എന്നുള്ള പരിപാടി. എങ്ങനെയാണത്? നല്ല വൃത്തിയിൽ എഴുതി കൊടുക്കാനല്ലേ പറയാം അല്ലേ? അതെ ആണോ? അല്ലേ? നമുക്ക് മാത്രമല്ല, വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ളൊരു ഇതുണ്ട്. അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് കൂടി ജിൻസൺ, നല്ല കൈയക്ഷരം എന്താണ് നമ്മളെ എപ്പോഴും അട്രാക്ട് ചെയ്യും അല്ലേ? ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. നല്ലൊരു കൈയക്ഷരം നമ്മളെ അട്രാക്ട് ചെയ്യും. അത് നിങ്ങൾ നല്ല കൈയക്ഷരം ആവണമെന്നില്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കൈയക്ഷരം നല്ലതാവണമെന്നില്ല. എങ്കിലും നല്ല രീതിയിൽ എഴുതുമ്പോൾ, നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുതുമ്പോൾ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അതിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ ഭയങ്കര അഭിമാനം തോന്നും. നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയുന്നത് 100% ഞാനിവിടെ 100% എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി തരാം. നിങ്ങളുടെ ഇപ്പോൾ ഇരിക്കുന്ന ട്രേഡിംഗ് സ്കില്ല് ചുരുങ്ങിയതൊരു 50%-ത്തേക്കെല്ലാം വർദ്ധിക്കും. 50%-എങ്കിലും വർദ്ധിക്കുമെന്ന്
100% ഞാൻ എഴുതി തരാം. 50% എന്ന് വെച്ചാൽ 50%ത്തോളം നിങ്ങളുടെ ട്രേഡിംഗ് സ്കില്ല് വർദ്ധിക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്ന പൊസിഷനിൽ നിന്ന്. ഞാൻ ജിൻസിൻ്റെ കാര്യം മാത്രമല്ല പറഞ്ഞിട്ടോ, അൻവർ ആയാലും മുക്താർ ആയാലും ജിയാസ് ആയാലും ബാസിലായാലും ഇവരൊക്കെ പഴയ ആളുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവരോട് കൂടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ട്രേഡിംഗ് സ്കില്ല് 50% ഇമ്പ്രൂവ് ആവും. 50% ഇമ്പ്രൂവ് ആവും. കാരണം എന്താണെന്നറിയോ, ഇത് നിങ്ങൾക്ക് കിട്ടുന്ന മാനിഫെസ്റ്റോ ആണ്. ആക്ച്വലി മാനിഫെസ്റ്റോ എന്നുള്ളത് കേട്ടിട്ടുണ്ടോ? ജിൻസും കേട്ടിട്ടുണ്ടോ മാനിഫെസ്റ്റോ എന്താണെന്നുള്ളത്? മാനിഫെസ്റ്റോ കേട്ടിട്ടുണ്ടോ? മാനിഫെസ്റ്റോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിഫെസ്റ്റോ പ്രകാരമാണ് നമ്മൾ ഒരു മാനിഫെസ്റ്റോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാനിഫെസ്റ്റോ പ്രകാരമാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടതും ബിഹേവ് ചെയ്യേണ്ടതും, അല്ലെങ്കിൽ അത് പ്രകാരമാണ് നമ്മൾ ജീവിക്കേണ്ടതും. ട്രേഡറുടെ മാനിഫെസ്റ്റോ ആണ് ഈ കാണുന്നത്. നിങ്ങൾക്ക് 11 പോയിന്റ് എന്ന് പറഞ്ഞത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നേരത്തെ എന്നോട് സമയം ചോദിച്ചിരുന്നു, സമയത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഷെബിനല്ല ചോദിച്ചിരുന്ന സമയം. ഷെബിൻ ഈ ഒരു 11 പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെബിൻ എടുക്കേണ്ട സമയം അരമണിക്കൂർ വരുള്ളൂ. അരമണിക്കൂർ വരുള്ളൂ. ഷെബിൻ വരുള്ളൂ. ഷെബിൻ ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു എക്സ്ക്യൂസ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ എന്താണെന്ന് അറിയോ? ഒരു എക്സ്ക്യൂസ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്തിനാണെന്ന് അറിയോ? ഷെബിൻ എന്താണെന്ന് അറിയോ? എന്തിനായിരിക്കും എക്സ്ക്യൂസ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? കാരണം നമുക്ക് എത്താൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ളൊരു ഡൗട്ട് മുന്നിലിരിക്കുമ്പോഴാണ് നമ്മൾ എക്സ്ക്യൂസ് വെക്കുന്നത്. അല്ലേ? ആണല്ലോ. നമ്മൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മളിപ്പോൾ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് പെട്ടെന്ന് എമർജൻസി ആയിട്ട് പോകണം. എമർജൻസിയാണ്, കാര്യങ്ങൾ എമർജൻസിയാണ്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തും വേണം. നിങ്ങളതിൽ ബൈക്ക് ഉണ്ട്. നിങ്ങൾ ആ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ എത്താൻ പരമാവധി കാര്യങ്ങൾ നോക്കില്ലേ? ഷെബിലല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും പറയുന്നത്. നോക്കില്ലേ, നിങ്ങൾക്ക് 10 മിനിറ്റ് ഉണ്ട്, 5 കിലോമീറ്റർ അപ്പുറത്ത് എത്താൻ പോകണം. അപ്പോൾ നിങ്ങൾക്ക് 10 മിനിറ്റ് ഉണ്ട്. അപ്പം നിങ്ങളുടെ എന്തെയും പ്രയോറിറ്റി മാറും അല്ലേ? പ്രയോറിറ്റീസ് മാറും ഇല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒറ്റ പ്രയോറിറ്റി ഉള്ളൂ. എന്താണ് പ്രയോറിറ്റി? 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എനിക്ക് 5 കിലോമീറ്റർ ബൈക്ക് ഓടിപ്പിച്ചെത്തണം. ഇത് ഇത്ര വലിയ കാര്യമൊന്നുമല്ലാന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പറയാണ്, 5 കിലോമീറ്റർ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ബൈക്ക് ഓടിപ്പിച്ചെത്തണം. പ്രയോറിറ്റി മാറിയില്ലേ? അതുപോലെയാണ് ഞാൻ പറയുന്നത്. അരമണിക്കൂർ മതി. ഇത് ഞാൻ പറഞ്ഞെന്താണെന്നറിയോ? ഷെബിന് ഞാൻ ഒരു അരമണിക്കൂർ ദിവസം കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ട്രേഡ് പ്ലാൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ അരമണിക്കൂർ ഷെബിന് ഇത് എടുത്ത് ചെയ്തു. ഞാൻ ഷെബിനോട് പറയണം, ഷെബിന് ഇത് അരമണിക്കൂറിനുള്ളിൽ ചെയ്യണം കേട്ടോ എന്നാണ്. ഷെബിൻ ഒരു 5 ദിവസം ചെയ്തു, അല്ലെങ്കിൽ 10 ദിവസം അരമണിക്കൂർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഷെബിൻ എന്താ മനസ്സിലാവുന്നത്? അതൊരു ഹാബിറ്റിലേക്ക് കൺവേർട്ട് ആയി തുടങ്ങും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഒരു ശീലത്തിലേക്ക് മാറി തുടങ്ങും. ആ ശീലത്തിലേക്ക് മാറി തുടങ്ങിയ എന്താണ് അരമണിക്കൂർ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എളുപ്പമായി തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ഷെബിലിന് മനസ്സിലായോ? ഇതുപോലെ തന്നെ സെക്കൻഡ് ഇതിൽ കൊടുത്തിരിക്കുന്നതിനും അരമണിക്കൂർ കാര്യം മതി. എന്ന് വെച്ചാൽ 1 മണിക്കൂർ ആദ്യം മോർണിംഗിൽ നിങ്ങൾ അരമണിക്കൂർ ഫസ്റ്റ് ഇതും, രണ്ടാമത്തത് വൈകുന്നേരം നിങ്ങളെ ട്രേഡൊക്കെ കഴിഞ്ഞിട്ട് അരമണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ടോ? പറ്റില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പറ്റില്ലേ? കൂടുതൽ സമയം എടുക്കുന്ന ആളുകൾ കൂടുതൽ സമയം എടുക്കുക. ഞാൻ അങ്ങനെ പറയുന്നത്. സമയം ഇല്ലാത്ത ആളുകളോടെ ഞാൻ പറയുന്നത് അരമണിക്കൂർ എന്നുള്ള ടാർഗറ്റിലേക്ക് വെക്കാറുണ്ട്. ഒരു ടാർഗറ്റിലേക്ക് വെക്കാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ഒരു ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് ഈ സംഭവം കൊണ്ടുവന്ന് വയ്ക്കാം. 7 പോയിന്റ് വരെ നിങ്ങൾ ആദ്യം എന്താണ് 7 പോയിന്റ് വരെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രം, നോട്ട് ചെയ്ത് വെച്ചോ, 7 പോയിന്റ് വരെ ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് 8ഉം 9ഉം 10ഉം 11ഉം നിങ്ങൾ പോകാൻ പാടുള്ളൂ. 7 പോയിന്റ് വരെ മനസ്സിലായോ? 7 പോയിന്റ് വരെ ഓക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ 7 പോയിന്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പിന്നെ 8ാം തീയതി 9ാം തീയതി 10ാം തീയതി 11ാം തീയതി പോകാൻ പാടുള്ളൂ. കാരണം ഒരു ട്രേഡ് സെറ്റപ്പ് എത്തുന്നത് എവിടെയാണ്? ഒരു സ്ട്രാറ്റജി നമ്മൾ കണ്ടു, നമ്മൾ മൾട്ടിപ്പിൾ അനാലിസിസ് വെച്ചു, സ്ട്രാറ്റജി നമ്മൾ കണ്ടു, അതുവരെ നമ്മളെന്താണ് അതിന് മുന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. നോട്ട് ചെയ്ത് വെച്ചാലാണ് പിന്നെയാണ് ആക്ഷൻ. ഡിഫൈൻ എൻട്രി, എക്സിറ്റ്, കീപ് പേഷ്യൻസ്, വെയിറ്റ് ഫോർ എൻട്രി ആൻഡ് അക്സെപ്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. പിന്നെയാണ് 8 മുതലുള്ളതാണ് എന്താണ് ആക്ഷൻസ്. അല്ലേ? നമുക്ക് സ്ട്രാറ്റജി വരെ എത്തി കഴിഞ്ഞ് കഴിഞ്ഞാലേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അല്ലേ? ഒരു സ്ട്രാറ്റജി, നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എൻട്രി എത്താറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു 7 പോയിന്റ് വരെ നിങ്ങൾ എന്ത് ഡെയിലി നോക്കുക. ഈ 7 പോയിന്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ 8, 9, 10, 11 7 പോയിന്റ് നിങ്ങൾ നിർബന്ധമായി, ബാക്കിയുള്ള ചെയ്യരുതെന്നല്ല, ചെയ്യണ്ട എന്നുള്ളതല്ല,
7 പോയിന്റ് നിർബന്ധമായി നിങ്ങൾ ആദ്യം ചെയ്തു വെക്കുക. ചെയ്തു വെച്ച് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് കണ്ടീഷൻ വരുമ്പോൾ എൻട്രി എക്സിറ്റ് ഡിഫൈൻ ചെയ്യാം. പേഷ്യൻസോടുകൂടി ആ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെക്കുക. വെയിറ്റ് ഫോർ എൻട്രി, ആക്സെപ്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. മനസ്സിലായില്ലേ? ഓക്കെ, അതിനാണ് ഞാൻ പറഞ്ഞത് ഇത് എന്ത് ചെയ്യാം, ഇത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഇട്ട് തരാം, ഗ്രൂപ്പിൽ ഇട്ട് തരാമെന്ന് പറയാം. ഓക്കെ.